പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. എന്താണ് രക്തസമ്മർദ്ദം? നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള രക്തക്കുഴൽ വഴിയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെ രക്തം രക്തക്കുഴലിൽ കൂടി പോകുമ്പോൾ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ പ്രഷർ ഒരു പരിധിയിൽ മുകളിലേക്ക് പോകുമ്പോഴാണ് അതിനെ ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. സാധാരണ ബ്ലഡ് പ്രഷർ നോർമലായിട്ടുള്ളത് 120/80 ആണ്. ഒന്നാമത്തെ നമ്പറായ 120 ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ്. ഇതിനെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നമ്പറായ 80 ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ്. ഇതിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്. ഇനി ഹൈ ബ്ലഡ് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കാം. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 മുകളിലും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 മുകളിലും പോകുമ്പോഴാണ് ബ്ലഡ് പ്രഷർ ഹൈ ആണ് എന്ന് പറയുന്നത്. ഈ ഹൈ ബ്ലഡ് പ്രഷറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒട്ടുമിക്കവരിലും തുടക്കത്തിൽ ഇത് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. മറ്റെന്തെങ്കിലും അസുഖവുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് BP ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ബ്ലഡ് പ്രഷർ ഹൈ ആണ് എന്ന് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നത്. ബ്ലഡ് പ്രഷർ കൂടുതലാണ് എന്ന് അറിയാതെ പോകുന്നത് അപകടകരമാണ്. കാരണം ഇത് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെയും രക്തക്കുഴലിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരിൽ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാത്തത് കൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മെഷീൻ വാങ്ങി വീട്ടിൽ വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫാമിലി ഹിസ്റ്ററിയാണ്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ മാനസിക സമ്മർദ്ദമുള്ളവരിൽ, ഉദാഹരണത്തിന് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഉറക്കക്കുറവുണ്ടെങ്കിൽ, അമിത വണ്ണമുണ്ടെങ്കിൽ, ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, എക്സസൈസ് ചെയ്യുന്നില്ല എങ്കിലൊക്കെ ബ്ലഡ് പ്രഷർ കൂടും. മറ്റൊരു കാരണം നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഉദാഹരണത്തിന് കിഡ്നിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ബ്ലഡ് പ്രഷർ കൂടാൻ കാരണമാകും. ഇനി ബ്ലഡ് പ്രഷർ എങ്ങനെ കൺട്രോളിലാക്കാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നതാണ്. BP ചെറിയ അളവിൽ മാത്രമാണ് കൂടിയിട്ടുള്ളത് എങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ BP കൺട്രോളിലാക്കാൻ സാധിക്കും. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, അമിത വണ്ണം കുറയ്ക്കുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അതായത് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, അച്ചാറുകളുടെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ അച്ചാറ് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് അച്ചാറ് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉപ്പ് കുറച്ചുണ്ടാക്കാൻ ശ്രമിക്കുക. പുകവലി പൂർണ്ണമായും നിർത്താൻ ശ്രമിക്കുക. മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനം കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക. ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൺട്രോളിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനോടൊപ്പം മെഡിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പലതരത്തിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. ഒരാൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻ മറ്റൊരാൾക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല. അതുപോലെ തന്നെ BP മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില മെഡിസിൻസിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മറ്റൊരു മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഡോസ് കുറയ്ക്കാനോ BP മെഡിസിൻ നിർത്താനോ പാടില്ല. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റായി ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.